മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ അനിയത്തിക്കുട്ടി രമ്യ ഹരിദാസ് പാട്ടുംപാടി ജയിക്കുമോ, അതോ CPM-ലെ PK ബിജു മൂന്നാം തവണയും മണ്ഡലം നിലനിർത്തുമോ? അതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. രമ്യ ഹരിദാസ് വലിയ നേതാവല്ലെങ്കിലും ദീപാ നിശാന്തിനെ പോലുള്ള ചില ഇടത് സഹയാത്രികരും മുന്നണി കൺവീനറുമാണ് അവരെ താരമാക്കി മാറ്റിയത്. അതോടെ രമ്യ പാട്ടുംപാടി ജയിക്കുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. തനിക്കെതിരെ മുന്നണിയിൽ നിന്ന് നീക്കം നടക്കുന്നുണ്ടോ എന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിക്കാമെന്ന് PK ബിജുവും വ്യക്തമാക്കി. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ പ്രാധാന്യമില്ലാത്ത മണ്ഡലമായ ആലത്തൂരിനെയും അവിടുത്തെ UDF സ്ഥാനാർത്ഥിയെയും ശ്രദ്ധേയ കേന്ദ്രമാക്കിയത് LDF-കാരാണ്. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും വീണ്ടെടുക്കാനും വികസന വിരുദ്ധരായ ഇടതുപക്ഷത്തിൽ നിന്നും ആലത്തൂരിനെ തിരിച്ചുപിടിക്കാനുമായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് UDF പ്രവർത്തകർ. 10 വർഷത്തോളം മണ്ഡലം കൈയാളുന്ന ഇടതുപക്ഷത്തെ പുറത്താക്കാൻ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിലൂടെ സുവർണ അവസരമാണ് ആലത്തൂരുകാർക്ക് ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ UDF സ്ഥാനാർത്ഥി രമ്യയുടെ ലാളിത്യവും വിനയവും ദിവസങ്ങൾക്കകം ആലത്തൂർക്കാരുടെ അനിയത്തിക്കുട്ടിയാക്കി. ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയാകുന്നതിനിടെ തന്നെ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരുടെയും പെങ്ങളുകുട്ടിയായി രമ്യ മാറി. പാലക്കാട് ജില്ലയിലെ തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തൃശൂർ ജില്ലയിലെ ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. ഇതിൽ വടക്കാഞ്ചേരി മാത്രമാണ് UDF-ന്റേത്. പഴയ ഒറ്റപ്പാലം മണ്ഡലമാണ് പിന്നീട് ആലത്തൂർ മണ്ഡലമായി മാറിയത്. ഒറ്റപ്പാലം എന്ന പേരിലുള്ള നിയമസഭാ മണ്ഡലം ഇപ്പോൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. പഴയ ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ വിജയചരിത്രം പരിശോധിച്ചാൽ 1970-ന് ശേഷം നടന്ന 9 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 തവണ കോൺഗ്രസ് വിജയം നേടിയപ്പോൾ 5 തവണ CPM-ഉം വിജയിച്ചു. 1977-ൽ കോൺഗ്രസിന്റെ K. കുഞ്ഞമ്പു ജയിച്ചപ്പോൾ പിന്നീട് തുടർച്ചയായി 3 തവണ മുൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണനെ വിജയിപ്പിച്ച പാരമ്പര്യവും ഈ മണ്ഡലത്തിനുണ്ട്. ആലത്തൂർ മണ്ഡലമായി പുനഃസംഘടിപ്പിച്ച ശേഷം നടന്ന 2 തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് സിറ്റിംഗ് MP-യായ PK ബിജു ആണ്. 2014-ലെ തിരഞ്ഞെടുപ്പിൽ PK ബിജു 45.46% വോട്ടുകൾ വാങ്ങിയപ്പോൾ UDF സ്ഥാനാർത്ഥിയായിരുന്ന KA ഷീബ 41% വോട്ടുകൾ നേടി. ഇത്തവണ ഈ ശതമാനം മാറ്റിമറിക്കാനുള്ള ശക്തമായ പോരാട്ടമാണ് UDF നടത്തുന്നത്. മുൻപ് CPI-കാരനായിരുന്ന TV ബാബുവാണ് NDA-യുടെ സ്ഥാനാർത്ഥി. ഇടതുപക്ഷം ഭരണം കൈയാളുന്ന ചാഴൂർ പഞ്ചായത്തിന്റെയും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അതും ഇടതുപക്ഷത്തെ തിരിഞ്ഞുകുത്തുന്നുണ്ട്. മണ്ഡലത്തിൽ കാര്യമായ റോളില്ലാത്ത BJP-ക്ക് കഴിഞ്ഞ 2014 തിരഞ്ഞെടുപ്പിൽ 9.45% വോട്ടാണ് ലഭിച്ചത്. മണ്ഡലത്തിലാകെ 12 ലക്ഷം വോട്ടർമാരാണുള്ളത്. ഇതിൽ 6 ലക്ഷം പുരുഷന്മാരും 6 ലക്ഷത്തിലധികം വനിതകളും 2 ട്രാൻസ്ജെൻഡറുകളുമാണുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.